ലേഖ, കേസ് വിളിക്കാറായി. വക്കീലും സാക്ഷി എത്തില്ലേ? ഞാൻ വക്കീലിനെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. ആ വക്കച്ചൻ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. അതാ എന്റെ പേടി. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഈ സാക്ഷി ഇന്ന് കോടതിയിൽ എത്താതിരിക്കാൻ MLA വക്കച്ചൻ അയച്ച ഗുണ്ടകളാണ് പിന്നിൽ. ഈ ഇരിക്കുന്നത് MLA വക്കച്ചന്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും കോടതിയിൽ എത്തണം. സാറേ, 18ാമത്തെ വയസ്സ് ഞാൻ വളയം പിടിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ വണ്ടി എന്നെ ചോദിച്ചിട്ടില്ല. 3 മണിക്ക് മുമ്പ് നിങ്ങളെ ഞാൻ കോടതിയിൽ എത്തിച്ചിരിക്കും. സാറ് പേടിക്കണ്ട, ഇതൊരു കൊച്ചിക്കാരൻ്റെ വാക്കാ. ആ ഉറപ്പ് മതി, ബാക്കി ഞാൻ പ്ലാൻ ചെയ്തോളാം. വണ്ടി എടുക്ക്. വക്കീലേ, നിങ്ങളുടെ ബുദ്ധി ഫലിച്ചു. എന്റെ ബുദ്ധി മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മിടുക്ക്. പിന്നെ വർഗീസ് ഇതിനിടയിൽ ഇത്രയും ആളെ കൂട്ടിയില്ലേ? ഇനി താമസിക്കണ്ട, വിട്ടോളൂ. ഞാനുണ്ടാവും പിന്നീട്. ശരി സഖാവേ. ആളിവൻ തന്നെ. ഹോസ്പിറ്റലിലെ ക്യാമറയിൽ ഇവനുണ്ടായിരുന്നു. ഇറങ്ങിക്കോളൂ. സാറ് ചോദിച്ചില്ല എന്റെ മകൾക്കാണത് സംഭവിച്ചിരുന്നെങ്കിലെന്ന്. എനിക്കൊരു മകളാണ് സാറേ. സാർ ധൈര്യമായിട്ട് ചെല്ല്. സാർ ഈ കേസ് ജയിക്കും. മുഹമ്മദാ പറയുന്നു. വരും. ഹലോ മകജ, വക്കീലും എന്റെ പെണ്ണും പുഷ്പം പോലെ ഇവിടെ എത്തി. നീ ഇപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? നീ വണ്ടി ഗോഡൌണിട്ടേര്. ആ CI തേണ്ടി പുറകെയുണ്ട്. കണ്ണിൽ പെടാതെ നോക്കണം. സാറേ, സക്കീർ നമുക്കിട്ടൊന്ന് പണിഞ്ഞു. അർജുനെ അവൻ ചാമ്പി. അർജുനെ ചാമ്പിയ കഥ കേൾക്കാനൊന്നും അല്ല ഞാൻ നിന്നെ വിളിച്ചേ. സാറ് ടെൻഷൻ ആവണ്ട, വക്കീല് കോടതിയിലേക്ക് എത്തില്ല. എടാ, വക്കീലും കൂട്ടല്ലോ, ഒരു പോറല് പോലും ഏൽക്കാതെ കോടതിയിലെത്തി. ഞാനെങ്ങാനും അകത്ത് പോയാലേ പിന്നെ നീയൊന്നും ഈ ലോകം കാണുകയല്ല. മനസ്സിലായോ? ഒരു പെഗ്ഗൊഴിയടോ. സക്കീറ കെട്ടി വിടരുതവനെ, തീർത്തേക്ക്.
ദാ.